ഏതാണ്ട് 11 വർഷം മറ്റോ പ്രായം ഉള്ളൊരു പാർട്ടി മറ്റു പല പാർട്ടികളെയും പിളർത്താൻ BJPക്ക് കഴിഞ്ഞു. ആപ്പിനെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇപ്പോൾ അതിൻ്റെ മുഖം തന്നെ അകത്തു പോകുന്ന അവസ്ഥ വരികയാണ്. കൂടാതെ ഈ പെരുമാറ്റച്ചട്ടം വന്നതിൻ്റെ 5ാമത്തെ ദിവസം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലോക്സഭാ പ്രചാരണത്തിൽ നിന്ന് പൂർണ്ണമായും അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തുക എന്നൊരു അജണ്ടയാണ് വിജയിക്കുന്നത്. മെയ് 25-നാണ് ഈ പറയുന്ന ഡൽഹിയിലെ വോട്ടെടുപ്പ്. 6ാം ഘട്ടത്തിലാണ്. 2 മാസമുണ്ട്. കേജ്രിവാൾ ഇല്ല. നിങ്ങൾ 3ഓളം സംസ്ഥാനങ്ങളിൽ ധാരണയിൽ എത്തിയിരിക്കുന്ന കൂട്ടരുമാണ്. എന്താകും ഈ പുതിയ വെല്ലുവിളി നിങ്ങൾക്ക് ഉയർത്തുന്ന പ്രതിസന്ധി? ക്ഷമ, എനിക്ക് കുറച്ച് സമയം തരണം. ഞാൻ അരമണിക്കൂറായി കാത്തിരിക്കുന്നത്. ആദ്യം എനിക്ക് ആ BJP പ്രതിനിധിനോട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 5092 കേസസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 1142 ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു. അത് മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് വെറും 24 കൺവിക്ഷനുള്ളൂ. അത് ക്ലിയർ ആക്കാം. പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു കേജ്രിവാൾ ഇത് ചെയ്തു, ലിക്കർ പോളിസി, മനോജ് സിസോഡിയൻ അറസ്റ്റ് ചെയ്തു, മറ്റവർ അറസ്റ്റ് ചെയ്തു. ഞാൻ വേണു ഒന്ന് ഒന്ന് ഇദ്ദേഹത്തിനോട് പറയാൻ കണ്ടിരിക്കാൻ പ്ലീസ്. ഇദ്ദേഹം ഇനി കുറച്ച് സമയമുള്ളതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. അതിനുശേഷം അവർ പറഞ്ഞു കുറേ കാര്യങ്ങൾ. ഇവരെ അറസ്റ്റ് ചെയ്തു. ഞാൻ അദ്ദേഹത്തിനോട് ഒരേ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ. ഞാൻ പറയുന്നത് ആരെ അഴിമതിയിൽ മുങ്ങിയെടുക്കുന്ന അവരെ അറസ്റ്റ് ചെയ്യണം, അന്വേഷണം വേണം ആദ്യം, എന്നിട്ട് അറസ്റ്റ് ചെയ്യണം. ആരാ അജിത് പവാറിന്റെ മേലെ ആരോപണം ഉന്നയിച്ചത്? പ്രധാനമന്ത്രി മധ്യപ്രദേശിൽ വലിയ സ്പീച്ചാണ് കൊടുത്തത്. 70,000 കോടിയുടെ ഇറിഗേഷൻ സ്കാമിലാണ് മുങ്ങിയിരിക്കുന്നത്. അതിൽ ഏറ്റവും അധികം തുടങ്ങിയത് കിരീത് സോമയ്യ. 2014 ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞ ഞാൻ അജിത് പവാറിനെ ജയിലിലിടുന്നു. റൈറ്റ്. അത് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് അജിത് പവാർ നിങ്ങളെ പാർട്ടിയിലെ ഒരു മുന്നണി ആയതിനു ശേഷം ആ അന്വേഷണം നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യും? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തായാലും നിങ്ങളെ പാർട്ടിയിലായാലും ആരായാലും നിങ്ങൾ അന്വേഷണം ചെയ്ത് അവരെയും ജയിലിടൂ. എന്തുകൊണ്ട് സുവേന്ദു അധികാരി നിങ്ങളെ പാർട്ടിയിൽ വന്നതിന് ശേഷം ശാരദാ സ്കാമിന്റെ മേലെയുള്ള അന്വേഷണം നിർത്തി? എന്തുകൊണ്ട് ഹിമന്ത ബിസ്വാസ ശർമ്മ നിങ്ങൾ ലിസൺ ടു മീ, നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് പാർട്ടിയല്ല, ആം ആദ്മി പാർട്ടിയിലെ വേറൊരാളും അല്ല. ലൂയിസ് ബർജർ സ്കാമിൽ നിങ്ങൾ ഉന്നയിച്ചിട്ട് അതിന്റെ EDയുടെ അന്വേഷണം നിന്നു. ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കല്ലേ. ഇന്ന് എന്താണെന്നറിയോ വേണു പ്രശ്നം? ഇന്ന് അൺഡിക്ലെയർഡ് എമർജൻസിയാണ്. ഞങ്ങള് അക്കൗണ്ട്സ് 210 കോടിയാണ് അവർ ഫ്രീസ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാന്ന് പറഞ്ഞാൽ 2017-18 ഒരു ഇൻകം ടാക്സ് വയലേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇൻകം ടാക്സ് പാർട്ടീസ് കൊടുക്കില്ല, പക്ഷെ നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യണം. അത് വയലേറ്റ് ചെയ്തോണ്ട് നോർമലി ഒരു 10,000 ആണ് ഫൈന്. ഞങ്ങൾ ഇത് അവർ ഫ്രീസ് ചെയ്ത് ആ പൈസ തരുന്നില്ല. എന്നിട്ട് ഞങ്ങൾക്ക് വേറൊരു സമ്മൺസ് അയച്ചിട്ട് 1994-95 സീതാറാം കേസരി ഞങ്ങളെ പാർട്ടി പ്രസിഡന്റ് 30 കൊല്ലത്തിന് ശേഷം. അപ്പൊ നിങ്ങൾ നോക്കൂ ഈ ടൈമിംഗ് എന്താണ് ഇവരത്, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചന്ദ കോച്ചറിനെ ജയിലിലിട്ട സമയത്ത് എന്തായിരുന്നു ഹൈക്കോർട്ട് ഓഫ് ബോംബെ പറഞ്ഞത്? ഹൈക്കോർട്ട് പറഞ്ഞു ദിസ് ഈസ് ഇല്ലീഗൽ, ദിസ് ഈസ് അബ്യൂസ് ഓഫ് പവർ. ആരാണ് CBIന്റെ പിന്നിൽ? ഈ സർക്കാർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എപ്പോഴും ഇവർ പറയും കോർട്ടൊന്നും പറയുന്നില്ല. കോർട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇത് ഇല്ലീഗലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ അവരെടുക്കുന്ന നടപടി എന്ന് പറഞ്ഞാൽ വെറും അവർക്ക് വേണ്ട പ്രതിപക്ഷ ആൾക്കാരുടെ മേലെ EDയുടെ അന്വേഷണം. ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും എല്ലാം ഞങ്ങൾക്ക് ഒരു കേജ്രിവാളോ ഹേമന്ത് സോറൻ അതല്ല, ഇപ്പം മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വന്നിരിക്കുക. നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ കുറേ സംസ്ഥാനത്തിൽ സെക്രട്ടറീസിനെ മാറ്റി. ഇലക്ഷൻ കമ്മീഷൻ DGPനെ വെസ്റ്റ് ബംഗാളിലെ DGPനെ മാറ്റി. ഞങ്ങൾ ചോദിക്കുന്നു EDനോട് അവർ പറയണം അനങ്ങാണ്ടിരിക്കാൻ. നിങ്ങൾ തന്നെ പറഞ്ഞു അഭിജിത് ബന്ദോപാധ്യായ അദ്ദേഹം എല്ലാവരുടെ കേസസ് വരുമ്പോൾ TMCന്റെ എതിരായിട്ടാണ് നടപടി കൊടുത്തത്. അതിന്റെ ശേഷം BJP ജോയിൻ ചെയ്തു. ഇത് ക്ലിയർ ശരി, അതാണ് ഈ BJP വാഷിംഗ് മെഷീൻ ആണെന്ന് നിങ്ങൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അവസാനമായി പ്രകാശ് ബാബു. അഡ്വക്കേറ്റ് ദീപക്, എനിക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങനോട് ക്ഷമിക്കണം. അവസാനമായി പ്രകാശ് ബാബു. ഒരു പോയിന്റ് കൂടി വേണു, ക്ഷമ വേഗം. ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന സ്കാം ഡൈവേർട്ട് ചെയ്യാനാണ് ഇപ്പോൾ തുടങ്ങിയത്. ശരി ക്ഷമ. അവസാനമായി പ്രകാശ് ബാബു. ശരി ക്ഷമ. ശരി. അതിന്റെ അന്വേഷണം ഇന്ന് വേണം. അതിന്റെ അന്വേഷണം രാഹുൽ ഗാന്ധി കമ്മത്ത് നടത്തിയ റാലിയിലാണ് ഈ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം തന്നെ കവിതയ്ക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വേണു. രണ്ടാമത് 2023 ഏപ്രിൽ മാസം 16-നും
അല്ല, അപ്പൊ നിങ്ങൾ അജിത് 2023 പവാറിനെ ഫെബ്രുവരി നിങ്ങളെ മാസം arrest ചെയ്യാൻ 14-നും എന്തുകൊണ്ട് arrest ചെയ്യാത്തത്? AICC പുറത്തിറക്കിയിട്ടുള്ള പത്രക്കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് ഈ കേസിൽ ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. നോക്കൂ, ഇത് ഡൽഹിയിലെ PCC പ്രസിഡന്റ് രാകേഷ് മിശ്രയ്ക്ക് കൊടുത്ത, കമ്മീഷണർക്ക് കൊടുത്ത ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. വേണു, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ്, മുൻ മന്ത്രിമാർ, രാഹുൽ ഗാന്ധി, ഡൽഹി PCC പ്രസിഡന്റ്, ഇവരടക്കം തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട ഒരു കേസിൽ രാജ്യം മുഴുവൻ പോയി മൈതാന പ്രസംഗം നടത്തിയിട്ട് ഒരു ലജ്ജയുമില്ലാതെ ചാനലിൽ വന്ന് ഇപ്പൊ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആപ്പിന്റെ ഓഫീസിൽ നിന്ന് കുറച്ച് എല്ലിന് കഷ്ണം കിട്ടിയിട്ടുണ്ടാവും ഡൽഹിയിൽ. എനിക്ക് ക്ഷമയോട് പറയാനുള്ളത്, ഡൽഹിയിൽ BJPക്ക് 56% വോട്ടാണ്. 56%. നിങ്ങളുടെ ഈ 22%വും 18%ഉം കൂട്ടിക്കെട്ടിയാലും ഞങ്ങൾക്ക് നിങ്ങളെ ഭയക്കേണ്ട ഒരു സാഹചര്യവുമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നാലും, തെരഞ്ഞെടുപ്പിന്റെ മുത്താപ്പ വന്നാലും ഈ രാജ്യം കട്ടുമുടിച്ചവരെ, അഴിമതി നടത്തിയവരെ അവരെ ജയിലിനുള്ളിലാക്കുക തന്നെ ചെയ്യും. ഒരാളെയും ഞങ്ങൾ തിന്നില്ല, പക്ഷേ തിന്നാൻ അനുവദിക്കില്ല. ഈ രാജ്യത്തെ നികുതി പണം കൊണ്ട് കൊള്ളയടിക്കുന്നവർ അതാരായാലും അവരെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യും. ശരി, കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവര് തെളിയിക്കട്ടെ. ഇവിടെ രാഹുൽ ഗാന്ധിയും അജയ് മാക്കനുമാണ് പറഞ്ഞത്, ഗോവയിലും പഞ്ചാബിലും ഈ ഡൽഹി മദ്യനയ കേസുമായ അഴിമതി പണം കൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയെന്ന് BJP ഓഫീസിൽ നിന്നല്ല പറഞ്ഞത്, അജയ് മാക്കനാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. എന്തേ നിങ്ങളെ ഇപ്പൊ മിണ്ടാത്തത്? അവിടെയാണ് ചോദ്യം വരുന്നത്. പ്രകാശ് ബാബു, ഇതേ കേസിൽ നിങ്ങൾ പ്രതിയാക്കിയ ED പ്രതിയാക്കിയ ശരത്ചന്ദ്ര റെഡ്ഡി 35 കോടി BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി തന്നപ്പോൾ മാപ്പുസാക്ഷിയായി എന്നത് അല്ല, അതും ഇതിന്റെ ഭാഗമാണ് പ്രകാശ് ബാബു. എന്തായാലും ശരി, സമയം കഴിയുകയാണ്. ശരി, കോൺഗ്രസിന് ഇപ്പോൾ പ്രചാരണത്തിന് പണമില്ല, ആപ്പിന് പ്രചാരണത്തിന് നേതാവില്ല. ഇന്ത്യ സഖ്യത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇല്ലാതാക്കിയോ? ജനം മറുപടി പറയട്ടെ.